സ്വീഡനിൽ ആദ്യമായി എംബോക്സ് സ്ഥിരീകരിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്തേക്ക് എംബോക്സ് പടരുന്നതിൽ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. വിഷയത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി ആഗോള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് WHO. സ്വീഡനിൽ വ്യാഴാഴ്ചയാണ് ആദ്യമായി രോഗം സ്ഥിരീകരിച്ചത്. സ്വീഡൻ ആരോഗ്യമന്ത്രി ജേക്കബ് ഫോസ്മെഡാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം അറിയിച്ചത്. സ്വീഡനിൽ എംബോക്സ് ക്ലെയ്ഡ് 1 എന്ന് വിളിക്കപ്പെടുന്ന ഗുരുതരമായ രോഗം സ്ഥിരീകരിച്ചെന്നാണ് മന്ത്രി അറിയിച്ചത്. ആഫ്രിക്കയിൽ നിന്നുള്ള യാത്രാമധ്യയാണ് ഇയാൾക്ക് രോഗം ബാധിച്ചത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ വ്യാപിച്ച രോഗം മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതിനെ തുടർന്ന് രണ്ടാം തവണയാണ് ആഗോള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രോഗബാധിതരായ രോഗികൾ മറ്റ് രാജ്യങ്ങളിൽ നിലവിൽ കുറവാണെങ്കിലും ഇതിനോടകം 548 പേർ രോഗം ബാധിച്ച് മരണപ്പെട്ടു. എംബോക്സ് സമ്പർക്കത്തിലൂടെയാണ് വ്യാപിക്കുന്നത്. ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് പ്രധാനമായും രോഗം പകരുന്നത്. ഇതുകൂടാതെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരാനുള്ള സാധ്യതയും ഏറെയാണ്. വസൂരി രോഗത്തിന്റെ വൈറസാണ് എംബോക്സിനും കാരണമാകുന്നത്. പനി, വിറയൽ, ശരീരവേദന, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുമിളകൾ എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സ്വീഡന് പിന്നാലെ പാകിസ്ഥാനിലും ആദ്യ എംബോക്സ് കേസ് സ്ഥിരീകരിച്ചു. 2 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട മറ്റൊരാളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിൽ നിന്നും പാകിസ്ഥാനിൽ എത്തിയതാണ് ആദ്യ രോഗി. ഓഗസ്റ്റ് 3-നാണ് പാകിസ്ഥാനിലേക്ക് ഇയാൾ എത്തിയത്. ബാക്കി 2 രോഗികളും UAE-യിൽ നിന്നും പാകിസ്ഥാനിൽ എത്തിയവരാണ്. ഖൈബർ പഖ്തൂൺഖയിലെ ഹെൽത്ത് ഡയറക്ടർ ജനറൽ സലീം ഖാനാണ് പാകിസ്ഥാനിൽ രോഗം സ്ഥിരീകരിച്ചതായി അറിയിച്ചത്. 2 പേരുടെ രോഗം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. 3-ാമത്തെ രോഗിയുടെ സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്കായി ഇസ്ലാമാബാദിലെ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. നിലവിൽ 3 പേരും ക്വാറന്റൈനിൽ കഴിയുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. വൈറസ് കൂടുതൽ പേരിലേക്ക് പകരാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. രോഗികൾ സഞ്ചരിച്ച വിമാനത്തിലെ യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ബുധനാഴ്ചയാണ് ലോകാരോഗ്യ സംഘടന എംബോക്സിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് സ്വീഡനിലും പാകിസ്ഥാനിലും രോഗം സ്ഥിരീകരിച്ചത്. മങ്കി പോക്സ് എന്നതിന്റെ മറ്റൊരു പേരാണ് എംപോക്സ്. 1980-ൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. വസൂരിക്ക് സമാനമായ ശാരീരിക അവസ്ഥ രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്ന് 13 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കൺജക്റ്റിവ, കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു. മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറ്. എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുണ്ട്. കുട്ടികൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ നെഞ്ചിലും കൈകാലുകളിലും കുമിളകളായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോഴത്തേത് നേരിയ തോതിൽ ജനനേന്ദ്രിയ ഭാഗത്ത് കുമിളകൾ വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാൻ വൈകുന്നതായും വിദഗ്ധർ കണക്കാക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം മാത്രം 1400-ലധികം എംബോക്സ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 524 പേർ ആഫ്രിക്കയിൽ മരണപ്പെട്ടു. രോഗബാധയുടെയും മരണങ്ങളുടെയും എണ്ണത്തിൽ 96% കോങ്കോയിൽ നിന്നാണ്.